അതിജീവനത്തിൻ്റെ നിഴലുകൾ, വാക്കുകൾ മുറിവുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്ന ഒരു തലക്കെട്ടോടുകൂടി നമ്മുടെ കോളേജ് അതിൻ്റെ 60ാം വാർഷികത്തിൽ നടത്തുന്ന ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ 2 സെഷനുകളാണ് അനുവദിച്ചു തന്നത്. അതിലെ ആദ്യത്തെ സെഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇലക്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നെ സംബന്ധിച്ചിട്ടാണ്. അതുപോലെ പൊളിറ്റിക്സ്, ഒരു പോസ്റ്റ് ഇന്ത്യൻ കോണ്ടസ്റ്റിൽ പൊളിറ്റിക്സിൻ്റെ ആ ഒരു മാറ്റത്തെക്കുറിച്ചുമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഇന്ന് നമ്മളുടെ മുഖ്യ അതിഥിയായിട്ട് ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ച് സംസാരിക്കുന്നത് പ്രൊഫസർ ഡോക്ടർ AP കുട്ടികൃഷ്ണൻ സാറാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ സുപരിചിതനാണ് കുട്ടികൃഷ്ണൻ സാറ്. ദീർഘകാലം ഏകദേശം ഒരു 30 വർഷത്തോളം തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകൻ, അവിടുത്തെ ചൂടി ഒക്കെയായിട്ട് അക്കാഡമിക രംഗത്ത് വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ് കുട്ടികൃഷ്ണൻ സാറ്. ആ സമയത്ത് തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായിട്ട് നിയമിതനായി. പിന്നീട് നമുക്കറിയാം SSA എന്നുള്ളൊരു പ്രോജക്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, സർവശിക്ഷാ അഭിയാൻ. അതിൻ്റെ സ്റ്റേറ്റ് ഡയറക്ടറായിട്ടും സാറ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഒരു സബ്ജക്റ്റിൻ്റെ ആ ഒരു തിയറിറ്റിക്കൽ മേഖലയ്ക്ക് അപ്പുറം അതിനെ സാമൂഹികപരമായിട്ട് എങ്ങനെ ഈ സബ്ജക്റ്റിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിലൊക്കെ പ്രവർത്തിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ല അക്കാഡമിഷ്യനും അതോടൊപ്പം സോഷ്യലായിട്ട് പല കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യുന്ന ഒരാളുമാണ് കുട്ടികൃഷ്ണൻ സാർ. ഇപ്പോൾ റിസർച്ച് മേഖലകളിലൊക്കെ അദ്ദേഹത്തിന് ധാരാളം കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു സമയത്ത് ഉച്ച സമയമാണ്, വിശപ്പൊക്കെ സഹിച്ച് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കറിയാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ കോളേജിലെ ഏറ്റവും ചെറിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. PG കോഴ്സ്, അതുപോലെ റിസർച്ച് ഡിഗ്രി, ഇത് മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതായിട്ടുള്ള കോഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഓഡിയൻസ് എന്ന് പറയുന്നത് സാറിൻ്റെ ഒരു വിഷയം എങ്ങനെ ആയതുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസ്, അതായത് ഹിസ്റ്ററി, എക്കണോമിക്സ്, അങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റ്, ആ രീതിയിലുള്ളൊരു ടോക്കാണ് സാറ് തരാൻ ഉദ്ദേശിച്ചത്. സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അത് വളരെ ഇൻഫർമേറ്റീവാണ്. കാരണം നമ്മൾ മാത്തമാറ്റിക്കൽ തിയറീസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനപ്പുറം സ്റ്റാറ്റിസ്റ്റിക്സിന് വലിയ ഒരു ലോകമുണ്ട് എന്നുള്ളത് വരച്ച് കാണിക്കാൻ ഉദ്ദേശിച്ചൊരു ടോക്കാണ്. അപ്പോൾ ഇതിലെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവായി പോയതിൽ ഉള്ള ഖേദം സാറിനെ ആദ്യം അറിയിക്കുന്നു. നമ്മൾ പിന്നീട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ജയിപ്പിക്കാമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരേ സമയം 4 വേദികളിൽ പല വിഷയങ്ങളിൽ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് നമുക്ക് ആൾക്കാർ ഒരു സ്ഥലത്ത് നിർത്തി കാര്യങ്ങൾ പറയാമെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഓരോ വേദിയിലും അത് വിഷയവുമായിട്ട് താല്പര്യം ഉള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സാർ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം എനിക്ക് തോന്നുന്നു ഓഡിയൻസിൻ്റെ ഒരു ഇതനുസരിച്ച് സാറ് ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇലക്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് സാർ പറയാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാ മേഖലകളിലും വ്യാപിച്ചു നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണത് വരുന്നത്, ഈ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ഇലക്ഷൻ വരുമ്പോൾ അഭിപ്രായ സർവേകളാണ്. കാരണം വരുന്ന ഗവൺമെൻറ് എങ്ങനെയാണ്, ആരായിരിക്കും വിജയിക്കുക എന്നുള്ളതൊക്കെ ഈ അഭിപ്രായ സർവേകളാണ്. ഈ അഭിപ്രായ സർവേകളിൽ ധാരാളം സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്നിക്സുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ലോകശ്രദ്ധ തന്നെ നേടിയത് 1936 കാലഘട്ടത്തിൽ ജോർജ് ഗാലപ്പോസ് അദ്ദേഹം നടത്തിയൊരു അഭിപ്രായ സർവേ ഉണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ആ അഭിപ്രായ സർവേയിൽ കൂടെ ഫ്രാങ്ക്ലിൻ റൂസെറ്റ് ആയിരിക്കും പ്രസിഡന്റായി വരിക എന്നുള്ളൊരു പ്രവചനം നടത്തി. അതുപോലെ തന്നെ സംഭവിച്ചു. അതോടുകൂടിയാണ് ലോകം ഇത് ശ്രദ്ധിക്കപ്പെടുന്നത് എന്നുള്ളതൊക്കെയാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം ഇതിനെ ഇപ്പോൾ മാധ്യമ രംഗങ്ങളിലൊക്കെയാണ് കൂടുതൽ ഇതിൽ ചർച്ചകൾ നടക്കുന്നത്. ഒരു ഇലക്ഷൻ വരുമ്പോൾ അവർ സർവേ കണ്ടക്ട് ചെയ്യുന്നു, ചർച്ചകൾ സംഘടിപ്പിക്കുന്നു, ജനങ്ങളത് കൂടുതൽ ആകാംക്ഷയോടുകൂടി കാര്യങ്ങൾ കാണുന്നു. ഒരുപക്ഷെ ഇലക്ഷനെ പോലും പലപ്പോഴും ഒരു ചെറിയ രീതിയിൽ ഈ അഭിപ്രായ സർവേകൾ സ്വാധീനിക്കാറുണ്ട്. പല ആൾക്കാരെയും വോട്ടിനെ പോലും അത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പുതിയ ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ പോലുള്ള സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ
ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സിന് ഇത് യൂസ് ചെയ്യുകയാണോ മിസ്യൂസ് ചെയ്യുകയാണോ എന്നുള്ള കുറേ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഉണ്ട്. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പ്രോബിലിറ്റി തിയറിയൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് അതിലെ പ്രഡിക്ഷൻ കാര്യങ്ങളൊക്കെ. ആ രീതിയിലൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ മീഡിയയിലൊക്കെ നടക്കുന്ന പല പ്രവചനങ്ങളും. അപ്പോൾ അവിടെ ഒരു സംഗതി എന്താ വെച്ചാൽ നമ്മൾ പ്രവചിച്ച അതേപോലെ തന്നെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന് ഭയങ്കര അപ്രീസിയേഷൻ അതിൻ്റെ തിയറി എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. പ്രവചനത്തിൽ അല്പം തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിന് ആണ് അതിൻ്റെ കഴി മുഴുവൻ കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. വളരെ നല്ല ഒരു വിഷയമാണ് സാറ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അവതരിപ്പിക്കാൻ സാറിനെ ഈ ഒരു ഇതിലേക്ക് ആദ്യം ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ ഫാക്കൽറ്റീസ്, വിദ്യാർത്ഥികൾ, കേൾക്കാൻ വന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കുട്ടികൃഷ്ണൻ സാറിനെ സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ കോളേജിൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിന് ഈ ഒരു വേദിയിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചത് ഇതിൻ്റെ സംഘാടകരോട്, പ്രത്യേകിച്ചും സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ സുഹൃത്തുക്കളായ ഫാക്കൽറ്റി അംഗങ്ങളോട് നന്ദി പറയുക. ഞാനിത് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് ഈ കോളേജിൻ്റെ ഒരു വലിയൊരു ക്രോസ് സെക്ഷൻ കുട്ടികൾ ഇത് ഈ ഒരു സെഷനിൽ ഉണ്ടാകുമെന്നുള്ള ധാരണയിലാണ് എൻ്റെ ഒരു ടോക്കിനെ ഞാൻ ഡിസൈൻ ചെയ്തത്. അതായത് സത്യത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഒരു നമുക്കറിയാം എങ്ങനെയാണ് ഒരു അറിവിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മൾ അറിവിലേക്ക് എത്തുന്നത് നമ്മൾ ആദ്യം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, വിവരങ്ങൾ ശേഖരിക്കുക. ഈ ശേഖരിച്ച വിവരങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അറിവിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു അറിവ് ഉൽപാദന പ്രക്രിയയിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നതാണ്. ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായും നമ്മൾ പഠിക്കുന്ന വിഷയം സ്റ്റാറ്റിസ്റ്റിക്സ്, അതിന് വലിയ ഉത്തരവാദിത്തമാണുള്ളത്. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയം പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഏത് മേഖലയിലെ അറിവ് ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഒരു റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതുകൊണ്ട് കേവലം നമ്മുടെ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ വ്യത്യസ്ത ഡൊമൈനിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മൾ താല്പര്യം കാണിക്കണം. എങ്കിൽ ഏറ്റവും രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമായി മാറും സ്റ്റാറ്റിസ്റ്റിക്സ്. ഞാനിവിടെ സൂചിപ്പിച്ചത്, ഞാൻ ഈ ഒരു ടോക്കിന് ഉണ്ടാക്കിയിരിക്കുന്ന സ്ലൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പൊളിറ്റിക്സ്, ഹിസ്റ്ററി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയുവാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ചരിത്രം, അതിൻ്റെ രാഷ്ട്രീയം, ആ രണ്ട് കാര്യങ്ങളും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും കേവലം സ്റ്റാറ്റിസ്റ്റിക്സുകാർ മാത്രമായതുകൊണ്ട് ഞാൻ എന്ത് സംസാരിക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയിലാണ് ഞാൻ. എങ്കിലും ആർക്കായാലും ഒരു ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം എന്ന രൂപത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947. താല്പര്യമുണ്ടോ? ഈ പൊളിറ്റിക്സിൻ്റെ ഒരു വിഷയമാണ് കുറച്ച്, അപ്പം അത് പറയാതെ എനിക്കിതിലേക്ക് പോകാൻ പറ്റും. 1947 സ്വാതന്ത്ര്യം ലഭിച്ചു. അതിനുശേഷം നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായി, സ്വന്തമായി ഭരണഘടന ഉണ്ടായി. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ
ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരത്തിലേറുന്നത് 1952-ലാണ്. 1951-52 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത്. അങ്ങനെ 1952 ഫെബ്രുവരി മാസമാണ് ആ ഇലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 1951 സെപ്റ്റംബറിൽ തുടങ്ങിയ ഇലക്ഷൻ പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യുന്നത് 6 മാസം പൂർത്തീകരിച്ചിട്ടാണ്. നിങ്ങളൊന്ന് ആ ഒരു ഘട്ടത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നിങ്ങൾ 1951-52 കാലഘട്ടത്തിലെ നമ്മുടെ ഇന്ത്യയെ ഒന്ന് കാണുക. സ്റ്റാറ്റിസ്റ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ആവശ്യമാണ്. 1951 സെൻസസിൽ എപ്പോഴായിരുന്നു നമ്മുടെ സെൻസസ് ഇപ്പോൾ നടക്കേണ്ടിയിരുന്നത്? 2021 പക്ഷെ ആ 2021 സെൻസസ് കോവിഡ് കാരണം മാറ്റിവെച്ചിട്ട് ഇന്ന് 2025 സെൻസസ് നടന്നില്ല എന്നുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാർത്ത നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. 1951 സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം നടന്ന സെൻസസ് എന്ന് പറഞ്ഞാൽ 1951 സെൻസസാണ്. 1951 സെൻസസ് പ്രകാരം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 35 കോടി ജനങ്ങളാണ്. ഇന്നത് 144 കോടിയായി എത്തിയിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ 1951 നമുക്ക് 35 കോടിയോളം വരുന്ന ജനസംഖ്യയാണ്. ഇന്ന് അത് 144 കോടി ജനസംഖ്യയായി മാറിയത് മാത്രമല്ല, ലോകത്തുള്ള ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്ന് കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ നമ്മൾ മനസ്സിൽ വെച്ചിരുന്ന ചൈനയെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഉത്തരം എന്താണ്? ഇപ്പോൾ ഇന്ത്യയാണ്. ഇന്ന് ലോകത്തുള്ള ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയായി മാറിയിരിക്കുകയാണ്. അത് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ലോകത്തുള്ള ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ 800 കോടി 8 ബില്യൺ ജനസംഖ്യയാണ് ലോകത്ത് ഇന്നുള്ളത്. ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസിയുടെ ഭാഗമായിട്ടാണ് കേട്ടോ. ഒരുപക്ഷെ അടുത്ത പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസിയാണ്. ആ ലിറ്ററസിയുടെ ഭാഗമായിട്ട് നമ്മൾ ആരും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, ഏത് കുട്ടികളും അറിയേണ്ട കുറേ പൊതുവായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജുകളുണ്ട്. അതിൻ്റെ ഭാഗമായി ഇതൊക്കെ അറിയേണ്ടത്. അപ്പം നമ്മുടെ ലോകത്ത് 800 കോടി അല്ലെങ്കിൽ 8 ബില്യൺ ജനങ്ങളാണ് ഇന്നുള്ളത്. ഈ 8 ബില്യൺ ജനങ്ങളിൽ നിങ്ങളൊന്ന് രസകരമായി നോക്കേണ്ടത്, അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 4-1 താമസിക്കുന്നത്, ജീവിക്കുന്നത് ഇന്ത്യ ഭൂഖണ്ഡത്തിലാണ്. അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ ഈ പറയുന്ന 4 രാജ്യങ്ങളിൽ ആകെയുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് 200 കോടിയുടെ അടുത്താണ്, 2 ബില്യനാണ്. അതുകൊണ്ട് 8 ബില്യൺ ജനസംഖ്യയിൽ 4-1 താമസിക്കുന്ന പ്രദേശം എന്നാൽ മഹാഭൂരിപക്ഷം ഇന്ത്യയിലാണ്, 144 കോടി, 1.4 ബില്യൺ. ഈ 2 ബില്യണിലേക്ക് എത്തുന്നത് പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ശ്രീലങ്കയുടെയും ജനസംഖ്യയാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു മാറ്റമുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പം നമ്മളുണ്ട്. നമ്മുടെ മുമ്പിൽ 1951 ഈ പറയുന്ന ജനസംഖ്യ എന്ന് പറയുന്നത് 35 കോടിയുടെ അടുത്താണ്. ഈ 35 കോടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് ആദ്യമായി ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിനെ രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ കാലഘട്ടത്തേക്ക് ഒന്ന് തിരിച്ചു പോവുക. ആ സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 3 തരത്തിലുള്ള സംസ്ഥാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ചരിത്രമാണ്. നിങ്ങൾ ഒരുപക്ഷെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പാഠപുസ്തകത്തിൽ പഠിച്ചതായിരിക്കാം. 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 3 വിഭാഗങ്ങളാണ്. ഒന്ന് ശരിയായ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന 6 സംസ്ഥാനങ്ങൾ. അതിൽ നമ്മുടെ ബംഗാളുണ്ട്, പശ്ചിമ ബംഗാളുണ്ട്, ഒറീസയുണ്ട്, മദ്രാസുണ്ട്, അങ്ങനെയുള്ള 6 സംസ്ഥാനങ്ങൾ. പിന്നെയുള്ളത് പാർട്ട് ബി സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന നേരത്തെ രാജാക്കന്മാരുടെ ഭരണത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇപ്പോൾ തിരുകൊച്ചി പ്രദേശം, നമ്മുടെ സംസ്ഥാനത്തുള്ള തിരുകൊച്ചി പ്രദേശം, അതുപോലെ ഹൈദരാബാദ്, അങ്ങനെയുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറയുന്നത് പാർട്ട് ബി എന്ന് പറയുന്നത് മുൻപ്
സംസ്ഥാനങ്ങൾ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന രാജകുടുംബങ്ങൾ ഭരിച്ചിരുന്ന പ്രദേശങ്ങളുള്ള പാർട്ട് ബി സംസ്ഥാനങ്ങൾ. പിന്നെയുള്ളത് പാർട്ട് സി സംസ്ഥാനങ്ങൾ എന്നാണ്. പാർട്ട് സി സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥം അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കമ്മീഷണർ നേരിട്ട് ഭരണത്തിലുള്ള പ്രദേശങ്ങൾ. അതായത് നമ്മുടെ ഡൽഹി, കൂർഗ്, നമ്മുടെ തൊട്ടടുത്ത് എല്ലാവർക്കും മനസ്സിലാകുന്ന പ്രദേശമാണ് കൂർഗ്. കൂർഗ് എന്ന് പറയുന്നത് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കമ്മീഷണർ നേരിട്ട് കീഴിലുള്ള ഒരു പ്രദേശമായിരുന്നു. ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ. അപ്പോൾ പാർട്ട് എ എന്ന് പറയുന്നത് നേരത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സംസ്ഥാനങ്ങൾ. പാർട്ട് ബി എന്ന് പറയുന്നത് മുൻപ് രാജാക്കന്മാർ ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങൾ. പാർട്ട് സി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഭരണം നടത്തുന്ന ചില പ്രദേശങ്ങൾ. അങ്ങനെ പാർട്ട് എയും പാർട്ട് ബിയും പാർട്ട് സി സംസ്ഥാനങ്ങളുമുള്ള രാജ്യത്ത് 35 കോടിയുള്ള ജനങ്ങളിൽ നിന്ന് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുക എന്നത് ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഇന്ന് നിങ്ങൾ രാവിലെ ഒരു വോട്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നു, നിങ്ങൾക്ക് ബൂത്ത് അറിയാം, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. പക്ഷെ അന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒന്നുമില്ല. ഒരു ബ്ലാങ്ക് സ്പേസ്, ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പുസ്തകത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് അന്ന് ഈ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് മുമ്പ് ഉണ്ടായിരുന്ന ഭരണം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ഇടക്കാല ഗവൺമെന്റാണ്. ആ ഇടക്കാല ഗവൺമെന്റ് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ ഏറ്റവും കഴിവും പ്രാപ്തിയുമുള്ള ഒരു ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ആ ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയത് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രത്യേകതയുണ്ട്. നെഹ്റു എന്ന് പറയുന്നത് രാജ്യത്തുള്ള ഏറ്റവും ക്രീമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെയും അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെയും വളർത്തിയെടുക്കുവാൻ വേണ്ടി വളരെ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനം നടത്തിയാണ്. ജാനകി അമ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ മലബാറുകാരായിട്ടുള്ള നിങ്ങൾ അറിയേണ്ട ഒരു പേരുണ്ട്. സ്ത്രീകളുടെ കൂട്ടത്തിലുള്ള ഒരു പേരാണ് ജാനകി അമ്മ. ഈ ജാനകി അമ്മ എന്ന് പറയുന്ന തലശ്ശേരിക്കാരിയാണ്. ഞാൻ വരുന്ന സ്ഥലത്തുള്ള ഒരു പ്രദേശത്തുള്ള ഒരു സ്ത്രീയാണ്. അങ്ങനെ ജാനകി അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, ഒരു ബോട്ടണിസ്റ്റ്, ഏറ്റവും ലോകപ്രശസ്തമായിട്ടുള്ള ബോട്ടണിസ്റ്റ്, വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോട്ടണിസ്റ്റിനെ കണ്ടെത്തിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങുകയും അതിന്റെ ചെയർമാൻ ആക്കുകയും ചെയ്തത് ജാനകി അമ്മയാണ്. അപ്പം ഞാൻ പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞു. മഹൽനോബിയസ് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കുട്ടികൾക്കൊക്കെ അറിയുന്ന പേരാണല്ലോ മഹൽനോബിയസ്. ഈ മഹൽനോബിയസ് എന്ന് പറയുന്ന വിശ്വപ്രശസ്തരായ ശാസ്ത്രജ്ഞനെ, സ്റ്റാറ്റിസ്റ്റിക്സ് വിദഗ്ധനെ വളർത്തിക്കൊണ്ടുവരികയും അതുപോലെ നമ്മുടെ രാജ്യത്തുള്ള പ്ലാനിങ് കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഇടപെടുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത ജവഹർലാൽ നെഹ്റുവായിരുന്നു. അങ്ങനെ ജവഹർലാൽ നെഹ്റു 1951 ഈ തീരുമാനമെടുത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന തീരുമാനത്തിന്റെ സമയത്ത് ആദ്യം ചെയ്തത് ഇതിന് പറ്റിയ ഉത്തമനായിട്ടുള്ള ഒരു ഭരണാധികാരിയെ കണ്ടെത്തുകയാണ്. അങ്ങനെ കണ്ടെത്തിയ ഒരാൾ എന്ന് പറയുന്നത് സുകുമാർ സെൻ. അറിയാവോ? കേട്ടിട്ടുണ്ടോ പേര്? സുകുമാർ സെൻ എന്ന് പറയുന്നത് ബംഗാളിലുള്ള, അന്നത്തെ പശ്ചിമ ബംഗാളിലുള്ള ഒരു IAS സീനിയർ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഒരു ഗണിതശാസ്ത്ര ബിരുദധാരി കൂടിയായിരുന്നു. അപ്പൊ ഗണിതശാസ്ത്രം പഠിച്ചിട്ട ഒരാൾക്ക് കൂടുതൽ കണക്കുകളും ഇത്തരം കാര്യങ്ങളും വളരെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണയിലാണ് സുകുമാർ സെൻ എന്ന് പറയുന്ന ഒരാളെ ജവഹർലാൽ നെഹ്റു കണ്ടെത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം കൊടുക്കുകയും ചെയ്തു. അപ്പൊ ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് സുകുമാർ സെന്നാണ്. ഈ വലതുഭാഗത്തിരിക്കുന്ന ആ ചിത്രം എന്ന് പറയുന്നത് സുകുമാർ സെന്നിന്റെയാണ്. അദ്ദേഹമാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പൊ അദ്ദേഹത്തിന് മുമ്പിലുള്ള വെല്ലുവിളി ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ലാത്തൊരു സ്ത്രീയാണ്. തെരഞ്ഞെടുപ്പ് നടത്തുവാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല. ആദ്യം തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കണം. 2, നിങ്ങളുടെ സംസ്ഥാനങ്ങളെ, ഈ പറഞ്ഞ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്ന് പറയുന്ന സംസ്ഥാനങ്ങളെ പാർലമെന്റ് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ വിഭജിക്കണം. അതിനെ പറ്റിയ ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തണം. ഇങ്ങനെ വലിയ ഒരു ഉത്തരവാദിത്വം 1950 ശേഷം ഈ സുകുമാർ സെന്നെ ഏൽപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് ആ സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള, ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കേട്ടോ, നമ്മുടെ രാജ്യത്തുള്ള സാക്ഷരതാ നിരക്ക് എന്ന് പറഞ്ഞാൽ, ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാമോ? 11%. ആ 11%, അതായത് 100ൽ 11 പേർക്ക് മാത്രമേ അക്ഷരങ്ങൾ വായിക്കുവാനും എഴുതുവാനൊക്കെ അറിയൂ. അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യമുള്ള ഒരു രാജ്യത്ത്
ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എങ്ങനെയാണ് ഇത് നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു പ്രയാസം ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടാണ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് നമ്മുടെ ബാലറ്റ് പേപ്പറുകളിൽ അച്ചടിച്ച പേരുകൾ വായിക്കുവാൻ അറിയില്ല എന്നുള്ള ഏതാണ്ട് 80-85% വരുന്ന ആൾക്കാർക്ക് വായിക്കാൻ അറിയില്ല എന്നുള്ള സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് ബാലറ്റ് ബോക്സുകൾ എന്ന് പറയുന്ന ചിത്രം ഒട്ടിച്ചുകൊണ്ടുള്ള കളറുകളുള്ള ബാലറ്റ് ബോക്സുകൾ ഉണ്ടാകുന്നത്. അതാണ് ആ ഒരു ചിത്രം നിങ്ങൾ കാണുക. അതാണ് പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പാട്ടുകൾ, മലയാള സിനിമയിലുള്ള പാട്ട്, വോട്ടില്ല വോട്ടില്ല കുരുവിപ്പെട്ടിക്ക് വോട്ടില്ല എന്ന് പറയുന്ന പാട്ട് കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ കുരുവിപ്പെട്ടി? കുരുവിപ്പെട്ടി എന്ന് പറഞ്ഞാൽ ബാലറ്റ് പെട്ടിയുടെ മുന്നിൽ കുരുവിയുടെ ചിത്രം വരച്ചുള്ള, അതായത് തെരഞ്ഞെടുപ്പ് ചിഹ്നം കുരുവിയായിട്ടുള്ള ആ ഒരു ബാലറ്റ് ബോക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അക്ഷരം അറിയാത്ത, വായിക്കാൻ അറിയാത്ത സാധാരണക്കാരൻ്റെ വോട്ട് ചെയ്തത് ഈ ചിത്രം നോക്കിക്കൊണ്ടാണ്. ആ ചിത്രവും കൃത്യമായി മനസ്സിലാക്കുന്നില്ലെങ്കിലാണ് അതിന് കളർ കൂടി കൊടുത്തത്. അപ്പോൾ ബാലറ്റ് ബോക്സുകൾ ഉണ്ടാകുന്നു. അന്നത്തെ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള ഒരു പ്രചരണ ബോർഡാണ്, നെഹ്റുവിൻ്റെ ചിത്രത്തോടുള്ള പ്രചരണ ബോർഡാണ് അവിടെ നിങ്ങൾ കാണുന്നത്. അതിൽ പശുവും കിടാവുമാണ് ആദ്യത്തെ ആ കാലഘട്ടത്തിൽ കോൺഗ്രസ്, നാഷണൽ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. താഴെയുള്ളത് നിങ്ങൾക്ക് എല്ലാവരും അറിയേണ്ട ഭരണഘടനാ ശില്പി എന്ന് പറയുന്ന ശ്രീ അംബേദ്കറുടെ ഒരു ചിത്രമാണ്. മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് അന്ന് തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം വോട്ട് എണ്ണുന്ന ഒരു പ്രക്രിയയുടെ ചിത്രമാണ്. രസമുണ്ടോ ഈ ചിത്രങ്ങൾ? നിങ്ങൾ ഓർക്കണം, ഈ അംബേദ്കറിനെ കുറിച്ച് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അംബേദ്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഭരണഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള പിന്നോക്ക വിഭാഗങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ഏറ്റവും ബോധപൂർവമായി ഇടപെട്ട, വളരെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അറിയുന്ന ഒരു വ്യക്തിയാണ് അംബേദ്കർ. പക്ഷേ 1952 ആദ്യ തെരഞ്ഞെടുപ്പിൽ അംബേദ്കർ ബോംബെയിലുള്ള നോർത്ത് ബോംബെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടില്ല, പരാജയപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ വായിക്കണം. കോൺഗ്രസ് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിരുന്നില്ല, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടാണ് അംബേദ്കർ അന്ന് മത്സരിച്ചത്. അദ്ദേഹം ബോംബെയിലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെടുകയാണ് ചെയ്തത്. അംബേദ്കർ പാർലമെന്റിൽ അംഗമായിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഈ പറയുന്ന 35 കോടി ജനങ്ങളിൽ ഏതാണ്ട് വോട്ടർ പട്ടിക തയ്യാറാക്കിയ സമയത്ത് 17 കോടി, ഇതൊക്കെ ഇങ്ങനെ പോകരുത് കേട്ടോ, നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് കുട്ടികളായതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു. ഞാൻ സാധാരണ ജനറൽ ഓഡിയൻസ് ആണ്, ഞാൻ സംസാരിച്ചു പോകും. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് കുട്ടികളുടെ മനസ്സിൽ കിടക്കണം ഇത്. അപ്പം 35 കോടി, എന്തൊക്കെ ഞാൻ പറഞ്ഞത്? 35 കോടിയാണ് ജനസംഖ്യ. അതിൽ വോട്ടർ പട്ടികയിൽ പെട്ടവരുടെ എണ്ണം 17 കോടിയാണ്. ഈ 17 കോടി, അതായത് ഏതാണ്ട് 50% ആൾക്കാർ മാത്രമേ വോട്ടർ പട്ടികയിൽ പെട്ടുള്ളൂ. എന്തുകൊണ്ടായിരിക്കാം അന്നത്തെ വോട്ടർ പട്ടികയിൽ ഇങ്ങനെ കുറയാൻ കാരണം? അത് കാരണം വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ പല സ്ത്രീകളും അവരുടെ പേരുകൾ പറയുവാൻ മടി കാണിച്ചിരുന്നു. അവരുടെ പേരുകൾ പറയുന്നതിന് പകരം അവർ പറഞ്ഞിരുന്നത് കുടുംബനാഥനുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളായിരുന്നു. അതായത് എൻ്റെ പേര് സാവിത്രി ആണെങ്കിൽ ഞാൻ സാവിത്രി എന്നല്ല ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലുള്ള മന്മഥൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യ, മന്മഥൻ ഭാര്യ എന്നാണ് വോട്ടർ പട്ടികയിൽ എഴുതി വന്നത്. അപ്പോൾ സ്വാഭാവികമായും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം പേരുകളെല്ലാം നീക്കം ചെയ്തു. സ്ത്രീകൾ അന്നത്തെ കാലത്ത് പേരുകൾ പറയാൻ പോലും മടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ്, 1951 കാലഘട്ടത്തിലാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. അങ്ങനെ 17 കോടിയോളം വരുന്ന വോട്ടർ പട്ടിക വെച്ചുകൊണ്ട് ഏതാണ്ട് 7 ലക്ഷത്തോളം വരുന്ന 7 ലക്ഷത്തോളം വരുന്ന ഒരാൾക്ക് ഒരു പാർലമെന്റ് അംഗം എന്നുള്ള കണക്കിൽ, അപ്പോൾ 35 കോടി ജനങ്ങളാണ് രാജ്യത്തുള്ളത്. 7 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് ഒരു പാർലമെന്റ് അംഗം എന്നുള്ള രൂപത്തിൽ 489 പാർലമെന്റ് അംഗങ്ങൾ, ലോകസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുവാനാണ് 1951-52 തെരഞ്ഞെടുപ്പിൽ ഈ പ്രോസസ്സ് ഉണ്ടാക്കിയത്. ആദ്യത്തെ അംഗം 489 അംഗങ്ങൾ. അതിന്റെ കണക്ക് പറഞ്ഞാൽ ഏതാണ്ട് 7 ലക്ഷം പേർക്ക് ഒരു അംഗം എന്ന രൂപത്തിൽ. ഇന്നത്തെ പോലെ, ഇന്ന് നിങ്ങളൊക്കെ വോട്ട് ചെയ്യുന്നവരാണ്, ഇന്നത്തെ പോലെ ഒരു പാർലമെന്റ് അംഗത്തെയോ അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നോ നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരംഗത്തെയാണ്. പക്ഷെ ആദ്യഘട്ടത്തിൽ, ഒന്നാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും നടന്ന തെരഞ്ഞെടുപ്പിൽ ദ്വയാംഗങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് തന്നെ
ഒരാൾക്ക് പകരം 2 ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന സ്ഥിതി. അതായത് ഒരാൾ ജനറൽ കാറ്റഗറി എന്നും ഒരാൾ SC കാറ്റഗറി എന്നുള്ള വിഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ ജനറൽ കാറ്റഗറി എന്നും മറ്റൊരാൾ ST വിഭാഗം എന്നുള്ളതാകാം, അല്ലെങ്കിൽ ഒരാൾ ജനറൽ കാറ്റഗറിയും SCയും ST വിഭാഗം 3 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന പശ്ചിമ ബംഗാളിൽ ഒരു നിയോജക മണ്ഡലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ 401 നിയോജക മണ്ഡലങ്ങളായി വിഭജിക്കുകയും ഈ 401 നിയോജക മണ്ഡലത്തിൽ നിന്ന് 489 പാർലമെന്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ 543 നിയോജക മണ്ഡലത്തിൽ നിന്ന് എത്ര പേരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? 543 ആണ്. അതായത് സിംഗിൾ റെപ്രസെന്റേഷനാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ആദ്യത്തെ തെരഞ്ഞെടുപ്പിലും 2ാം തെരഞ്ഞെടുപ്പിലും ദ്വയാംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പുകളായിരുന്നു. അതായത് ചില മണ്ഡലങ്ങളിൽ ഒന്നിന് പകരം 2 പേരെ തെരഞ്ഞെടുക്കുവാനുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 401 നിയോജക മണ്ഡലത്തിൽ നിന്ന് 489 489 അംഗങ്ങളെ തെരഞ്ഞെടുക്കുവാനുള്ള തീരുമാനമുണ്ടായിരുന്നു. എന്താണ് അന്നത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ചത്? ഇതാണ് ഞാൻ പറഞ്ഞ സംസ്ഥാനങ്ങളുടെ ഒരു പട്ടികയാണത്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്ന്. നിങ്ങൾക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, എങ്കിലും അതിൻ്റെ ആവശ്യമില്ല. എങ്കിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇത്. പാർട്ട് എ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെയുള്ള സംസ്ഥാനങ്ങൾ, പാർട്ട് ബി എന്ന് പറയുന്നത് രാജാക്കന്മാർ ഭരിച്ചിരുന്ന പ്രദേശം സംസ്ഥാനങ്ങളായത്, പാർട്ട് സി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് കമ്മീഷന് നേരിട്ട് കീഴിലുള്ള സംസ്ഥാനങ്ങളായിട്ടുള്ളത് പാർട്ട് സി. ഇതിൽ നിന്ന് 401 മണ്ഡലങ്ങൾ ഉണ്ടാക്കുകയും 489 അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ കാണേണ്ടത് 1952 ഞാൻ ഈ പറഞ്ഞ പോലെ 17.32 വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. വോട്ടർ പട്ടിക ഞാൻ പറഞ്ഞു 35 കോടി ജനങ്ങളാണെന്നുള്ളത്. പക്ഷേ ആദ്യത്തെ വോട്ടർ പട്ടികയിലുണ്ടായിരുന്നത് 17.32 ആണ്. അതിനുശേഷം 1957 അത് 19.36 ഉണ്ട്. 1962 അത് 21.63 കോടിയാണ്. ഇന്ന് നമ്മുടെ 2024 എത്തുമ്പോഴേക്ക് അത് 96.80 കോടി ജനങ്ങളായി മാറിയിരിക്കാം. 96.80 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് 104 വോട്ടർമാർ എന്ന് പറയുന്നത് 144 കോടി ജനങ്ങളിലാണ്. അപ്പൊ ഇവിടെ ഒരു ഈ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് 1952 ഞാൻ പറഞ്ഞു 35 കോടിയോളം വരുന്ന ജനങ്ങൾ, അതിൽ 17.32 ആൾക്കാരാണ് വോട്ടർ പട്ടികയിൽ സ്ഥാനം നേടിയത്. ആ ഒരു ചുവന്ന മാർക്കിലുള്ള ഒരു വർഷം ഞാൻ എഴുതിയിട്ടുണ്ട് അവിടെ, 1984 1989. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജ്. ഒരു അനാലിസിസിന്റെ ഭാഗമായി നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം. നിങ്ങൾ നോക്കുക, ഓരോ 5 വർഷത്തും ഓൺ ആൻ ആവറേജ് ഏതാണ്ട് ഒരു 2 കോടി അടുത്താണ് ഈ വോട്ടർ പട്ടികയിലെ വർധനവ്, അല്ലേ? കിടക്കല്ലേ? കറക്റ്റ്. ഏതാണ്ട് ആദ്യത്തെ 17.32, പിന്നീട് 19.36, പിന്നീട് 21.63 കോടി ജനങ്ങൾ. പക്ഷേ 1984 നോക്കുക, 37.95 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അത് 1989 എത്തുമ്പോൾ അത് 49.89 കോടിയായി മാറുന്നു. പോപ്പുലേഷൻ ഗ്രോത്തിന്റെ മാറ്റങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 35 കോടിയിൽ നിന്നാണ് ഇന്ന് 144 കോടിയായി മാറിയിരിക്കുന്നത്. 51 ശേഷം ഇന്ന് 2025 എത്തുമ്പോൾ അത് 144 കോടിയായി മാറുന്നത്. ഇത് ഗ്രോത്ത് ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. അതിന്റെ ഒരു ഫാക്ട് ഉണ്ടാകാം. എങ്കിലും എന്തുകൊണ്ടായിരിക്കും 1984 89 തമ്മിലുള്ള ആ 5 വർഷത്തിൽ ഇത്രമാത്രം ഡിഫറൻസ് ഉണ്ടാകും? ആലോചിച്ചിട്ടുണ്ട്? കുട്ടികളോടാണ് ഞാൻ മാത്രം സംസാരിക്കേണ്ടത്. ആ ചുവന്ന മാർക്ക് ചെയ്തിരിക്കുന്ന 2 വർഷത്തിലുള്ള ഒരു വലിയൊരു ചേഞ്ച് നോക്കുക. 37.95 കോടിയിൽ നിന്ന് 49.89 കോടിയായി മാറാൻ കാരണം ഞാൻ പറയണ്ട, ഒരു വലിയൊരു തീരുമാനം നമ്മുടെ രാജ്യത്തുണ്ടായി. ആ തീരുമാനം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സുകുമാർ സെന്നിന്റെ കാലഘട്ടത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കിയത് 21 വയസ്സ് പ്രായപൂർത്തിയായവരാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത്. അത് 1984 രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലുള്ള ഭരണ കാലഘട്ടത്തിലാണ് നിങ്ങൾക്ക് യൂത്തിന് 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടവകാശം ഉണ്ടാക്കിക്കൊണ്ട് തീരുമാനമെടുക്കുന്നത്. ആ വോട്ടവകാശം 18 വയസ്സിലേക്ക് മാറ്റിക്കൊണ്ടുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കിയ ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് 1989.
അതുകൊണ്ടാണ് ആ പറയുന്ന അവിടെ വരുന്ന വലിയൊരു ഗ്രോത്തിന് റീസൺ. ഇങ്ങനെയൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന കുട്ടികൾ അതിനെ അനലൈസ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് സിമ്പിൾ സാധനമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായി എന്ന് നിങ്ങൾ നോക്കണം. ഇവിടെ വീണ്ടും ഇതൊക്കെ ഞാൻ ഒരു പബ്ലിക് ഒരു ഓഡിയൻസ് ആണെങ്കിൽ പറയാൻ ഉദ്ദേശിച്ചുണ്ടാക്കിയതാണ്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വോട്ടിംഗ് ഇതാണ്. അന്ന് പ്രധാനപ്പെട്ട നമ്മുടെ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് കൂടി ഞാൻ പറയാം. അന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നിന്ന് വളർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാന രൂപത്തിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്നു. ആ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഷെഡ്യൂൾഡ് ഫെഡറേഷൻ, അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഷെഡ്യൂൾഡ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അത്തരം ഹിന്ദു മഹാസഭ ഉണ്ടായിരുന്നു, ഭാരതീയ ജനസംഘം ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികൾ. ഒന്ന് കോൺഗ്രസ് പാർട്ടി, മറ്റൊന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി, ഭാരതീയ ജനസംഘം, ഹിന്ദു മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നെ ഉള്ളത് ഈ പറയുന്ന കിസാൻ മസ്ദൂർ പ്രജാ പരിഷത്ത് എന്ന KMPP എന്ന് പറയുന്ന പാർട്ടി. ഈ പാർട്ടികളായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ഇവിടുത്തെ രാഷ്ട്രീയ മണ്ഡലത്തിലെ പ്രധാന പാർട്ടി. അവരുടെ വോട്ടുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോൺഗ്രസിന്റെ വോട്ടുകൾ ഏതാണ്ട് 4.76 കോടി ആണ് വോട്ട് കിട്ടിയിരിക്കുന്നത്. മറ്റേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 34 ലക്ഷം വോട്ടുകളാണ്. സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 1.12 കോടിയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഭാരതീയ ജനസംഘത്തിന് 32 ലക്ഷത്തോളം വോട്ടുകളാണ്. ഈ ഒരു വോട്ട് പെർസെൻറ്റേജ് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ മനസ്സിലുണ്ടായ രാഷ്ട്രീയത്തിന്റെ ഭാഗത്ത് വേണം ഇന്നത്തെ കാലത്തുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുക. അപ്പം ഞാൻ പറഞ്ഞത് അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഏതാണ്ട് 40-45% വോട്ടുകൾ കിട്ടിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്തായി എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലാവും. ഇതാണ് നമ്മുടെ 1952 1951-52 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മാസം നീണ്ടുനിന്ന രാഷ്ട്രീയ ഇലക്ഷൻ പ്രോസസ്സിലെ കൂടിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമുള്ള റിസൾട്ടായിരുന്നു നേരത്തെ ഞാൻ കാണിച്ചത്. കോൺഗ്രസ് പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്നു, വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുന്നു, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാകുന്നു. ആ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയ ശേഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഗ്രാഫാണ്, ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനാണ് ഈ പറയുന്ന ചിത്രത്തിൽ കൂടി നിങ്ങൾ കാണുന്നത്. നിങ്ങൾ നോക്കുക, 1952 കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയ സീറ്റുകൾ 364 സീറ്റാണ്. 489 മണ്ഡലങ്ങളായിരുന്നുണ്ടായിരുന്നത്, അതിന് 364 സീറ്റുകൾ കിട്ടുന്നു. അത് 1957 എത്തുമ്പോൾ 371 സമാനമായ തെരഞ്ഞെടുപ്പ് റിസൾട്ട് തന്നെ, ചെറിയൊരു വ്യത്യാസം മാത്രം. 1962 361 ഉണ്ടാകുന്നു. 1967 അത് 283 ആകും. 1967 ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം. 1967 തെരഞ്ഞെടുപ്പോടുകൂടിയാണ് നമ്മുടെ രാജ്യത്തുള്ള കോൺഗ്രസ് പാർട്ടിയുടെ അപ്രമാണിത്വം, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കോൺഗ്രസ് പാർട്ടിക്ക് അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത് 1967 തെരഞ്ഞെടുപ്പോടുകൂടിയാണ്. ഈ 1967 തെരഞ്ഞെടുപ്പിലാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്, അന്ന് മദ്രാസ് എന്നാണ് അറിയപ്പെടുന്നത്. മദ്രാസിൽ എന്ത് സംഭവിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുകയും അവിടെ ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്ന് പറയുന്ന ഒരു റീജിയണൽ പാർട്ടി അധികാരത്തിലെത്തുന്നത് 1967 അപ്പൊ 1967 ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്ന് പറയുന്ന ഒരു റീജിയണൽ പാർട്ടി അധികാരത്തിൽ വന്ന തമിഴ്നാട്ടിൽ ഇന്ന് 2022 2021 സംസ്ഥാന തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലം എടുത്തു കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും തമിഴ്നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് റീജിയണൽ പാർട്ടിയായ DMK-യോ അല്ലെങ്കിൽ നേരത്തെ AIADMK-യോ ആയിരുന്നു. അപ്പോൾ 1967 വലിയ മാറ്റങ്ങൾ രാജ്യത്തുണ്ടാകുന്നത്. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ തമിഴ്നാട്ടിൽ പ്രാദേശിക കക്ഷി വരുന്നു, ഉത്തർപ്രദേശിൽ കോൺഗ്രസിൽ നിന്ന് വിഘടിച്ചുകൊണ്ട് വേറൊരു പാർട്ടി അധികാരത്തിലേക്ക് വരുന്നു, ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി ബംഗാൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ വരുന്നു,
പഞ്ചാബിൽ കോൺഗ്രസിന് എതിരായിട്ട് ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഏതാണ്ട് 9ഓളം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം 1967 ഇലക്ഷനിലാണ് ഉണ്ടാകുന്നത്. 1967 ഇലക്ഷന് ശേഷം അത് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അത് തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ പോയി. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. 1967 ഇലക്ഷന് ശേഷം നമ്മുടെ രാജ്യത്ത് നടന്നത് 1969 സക്കീർ ഹുസൈൻ, കേട്ടിട്ടുണ്ടോ? ആരാ സക്കീർ ഹുസൈൻ? നമ്മുടെ രാഷ്ട്രപതി. ആ രാഷ്ട്രപതിയുടെ മരണത്തിന് ശേഷം അവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അന്ന് നീലം സഞ്ജീവ് റെഡ്ഡി എന്ന് പറയുന്ന ആളെയായിരുന്നു കോൺഗ്രസ് പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മുന്നിൽ നിർത്തിയത്. എന്നാൽ ഇന്ദിരാഗാന്ധി 1967 ഇലക്ഷൻ ആകുമ്പോഴേക്ക് സംഭവിച്ച 1969 ആകുമ്പോഴേക്ക് ജവഹർലാൽ നെഹ്റുയുടെ മരണം സംഭവിക്കുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, അതിനിടയ്ക്ക് ശാസ്ത്രി പ്രധാനമന്ത്രിയാകുന്നു. അതിനുശേഷം 1967 ഇലക്ഷന് ശേഷം ഇന്ദിരാഗാന്ധി ശാസ്ത്രി അതിനിടയ്ക്ക് മരണപ്പെടുന്നുണ്ട്. താഷ്കണ്ടിൽ വെച്ചിട്ട് മരണപ്പെടുന്നു. ശാസ്ത്രിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന മുദ്രാവാക്യം, ഗ്രീൻ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ, കോത്താരി കമ്മീഷൻ, വിദ്യാഭ്യാസ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ കേട്ടിട്ടില്ലേ? കോത്താരി കമ്മീഷൻ കേട്ടുന്നവരാണ് അധ്യാപകരൊക്കെ. അതൊക്കെ ഈ രാജ്യത്ത് ഏതാണ്ട് നടപ്പിലാക്കുവാൻ നേതൃത്വം കൊടുത്ത ഭരണാധികാരി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണത്തിന്റെ തുടക്കമായിരുന്നെങ്കിൽ പോലും ശാസ്ത്രി പ്രധാനമന്ത്രിയായ സമയത്താണ് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. കർഷകർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അതുപോലെ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ജവാന്മാർക്ക് വേണ്ടിയുള്ള കുറേയേറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ടാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം തന്നെ ശാസ്ത്രിയുടെ കാലഘട്ടത്തിലുണ്ട്. പക്ഷേ ശാസ്ത്രി ചെറിയൊരു ടേമിൽ മാത്രമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി താഷ്കണ്ടിൽ ചർച്ച, അന്ന് റഷ്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മധ്യസ്ഥതയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ശാസ്ത്രി പോയപ്പോൾ ആ താഷ്കണ്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെടുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെട്ടതിന് ശേഷം അന്ന് കേന്ദ്ര മന്ത്രിസഭയിലുണ്ടായിരുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവ് എന്ന് പറയുന്നത് മൊറാർജി ദേശായി ആയിരുന്നു. മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആകുമെന്ന് വിചാരിച്ചിരുന്ന ഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധിയെ എല്ലാവരും കൂടി പിന്തുണച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ മകൾ എന്ന രൂപത്തിൽ ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു. ഈ ഒരു പ്രശ്നം പ്രധാനമന്ത്രിയെ ആകേണ്ട മൊറാർജി ദേശായി, ഏറ്റവും സീനിയർ ആയിട്ടുള്ള മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആകാതിരിക്കുകയും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നയപരമായിട്ടുള്ള പല തീരുമാനങ്ങളും കോൺഗ്രസിന് വ്യത്യസ്തമായ ചേരികൾ ഉണ്ടാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പടരുകയാണ് ഉണ്ടായത്. ആ കോൺഗ്രസ് പടർന്ന സമയത്ത് ഒരു വിഭാഗത്തിന്റെ നേതൃത്വം ഇന്ദിരാഗാന്ധിക്കും അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുത്തവർ ആർ എന്ന് പറയുന്ന INCR എന്നുള്ള പേരിലാണ് കോൺഗ്രസ് ഇന്ദിരാഗാന്ധി വിഭാഗത്തെ അറിയപ്പെടുന്നത്. പിന്നീട് സിൻഡിക്കേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന വേറൊരു വിഭാഗം മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുണ്ടാകും. ഈ സമയത്ത് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇന്ദിരാഗാന്ധി ഗരീബി ഹടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം, ഇന്ത്യയിൽ ഏറ്റവും ആവേശകരമായ മുദ്രാവാക്യമായിരുന്നു. പട്ടിണി മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു മുദ്രാവാക്യം ഗരീബി ഹടാവോ. ഈ ഗരീബി ഹടാവോ മുദ്രാവാക്യത്തിൽ കൂടി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഉള്ള മേൽക്കൈ, ബംഗ്ലാദേശ് രൂപീകരണമൊക്കെ ആയി ബന്ധപ്പെട്ട മേൽക്കൈ ഇന്ദിരാഗാന്ധിക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ഭരണാധിപത്യം ഏറ്റവും വലിയ തരത്തിൽ ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിന് ശേഷം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായി ഇന്ദിരാഗാന്ധി വളർന്നു. ഈ കാലഘട്ടത്തിലുള്ള ഒരു മാറ്റത്തിൽ കൂടിയാണ് ഞാൻ ആദ്യം കാണിച്ച നിങ്ങൾക്ക് പശുവും കിടാവും എന്ന് പറയുന്ന ചിഹ്നങ്ങൾ മാറി, കോൺഗ്രസിന് ചിഹ്നങ്ങൾ മാറാൻ കാരണം ഈ പറയുന്ന കോൺഗ്രസിൻ്റെതായിട്ടുള്ള പിളർപ്പിൽ കൂടിയാണ്. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ആ കോൺഗ്രസ് 1971 അധികാരത്തിൽ വന്ന കോൺഗ്രസ് പാർട്ടി, ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വ കോൺഗ്രസ് പാർട്ടി പിന്നീട് സംഭവിച്ചത് നമ്മുടെ രാജ്യത്ത് അതുവരെ നമ്മൾ അനുഭവിക്കാത്ത സ്വാതന്ത്ര്യത്തെ ഹരിക്കുന്ന രൂപത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയാണ്. അതായത് എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ 1975 ജൂൺ മാസം 25-ാം തീയതി രാത്രി ഇന്ദിരാഗാന്ധി
രാജ്യത്ത് ആഭ്യന്തര സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് രാജ്യത്ത് എമർജൻസി അല്ലെ അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യുകയാണ്. കോഴിക്കോടുകാർക്കൊക്കെ RECയുടെ രാജൻ കേസുകളൊക്കെ ഒരുപക്ഷെ പഴയ കാലത്തുള്ള കുട്ടികൾക്കൊക്കെ അറിയാവുന്ന ഓർമ്മ ഉണ്ടാവും. അതൊക്കെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തനങ്ങൾക്ക് വിഘാതമായിട്ടുള്ള തീരുമാനങ്ങൾ പലതും എടുക്കേണ്ടി വന്നു. അങ്ങനെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്, ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഒരു ചരിത്രമോ കാര്യം കൂടി പറയാം ഈ സമയത്ത്. ഞാൻ ഈ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് കുട്ടികൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ സൂചിപ്പിക്കാം. 1971 ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്ന ശേഷം ഇന്ദിരാഗാന്ധി മത്സരിച്ചപ്പോൾ അവരുടെ എതിർ സ്ഥാനാർത്ഥി രാജ് നാരായൺ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ഇന്ദിരാഗാന്ധി ജയിച്ചത് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഭരണം മിസ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അലഹബാദ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത സമയത്ത് രാജ് നാരായണന് അനുകൂലമായി വിധി ഉണ്ടാവുകയും ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കുകയും ചെയ്തു. അങ്ങനെ റദ്ദാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയും ഈ അലഹബാദ് ഹൈക്കോടതി വിധിയെ അംഗീകരിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം ഇല്ലാതാക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ദിരാഗാന്ധി ആഭ്യന്തര സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തെക്കുറിച്ച് പഴയ കാലത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. അങ്ങനെയാണ് 1977 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, അടിയന്തരാവസ്ഥ പിൻവലിച്ചുകൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് അവിടെ പരാജയപ്പെടുന്നത്. ആദ്യമായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം 1951-52 തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് 1977 ആദ്യമായിട്ട് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്താവുകയും അന്ന് പല പ്രതിപക്ഷ പാർട്ടികളുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. അതാണ് ആ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണുന്ന ഒരു ഏറ്റവും വലിയ ഇടിവ് കാണാം. 154 സീറ്റുകളോടുകൂടി കോൺഗ്രസ് അവിടെ പരാജയപ്പെടുകയും ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷേ മുന്നണി രൂപത്തിലുള്ള ഒരു പാർട്ടിയായിരുന്നു ജനതാ പാർട്ടി. വ്യക്തമായ നയങ്ങളോ ഒന്നുമില്ല, കുറേ പാർട്ടികളുടെ ഒരു കളക്ഷൻ, ഒരു ഗ്രൂപ്പായിരുന്നു. അത് അധികകാലം നീണ്ടുനിന്നില്ല, ഭരണം നീണ്ടുനിന്നില്ല, അവർ പുറത്തുപോയി. പിന്നീട് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വീണ്ടും കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വന്നു. ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ കാലഘട്ടത്തിലാണ് പുതിയ ഒരു പാർട്ടി 1980 ഇത് ഞാൻ പറഞ്ഞത് 1980-കളിൽ ആണ് പുതിയൊരു പാർട്ടി ഇവിടെ ഉണ്ടാവുന്നത്. അതിനു മുമ്പ് നമ്മുടെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ ഭാരതീയ ജനസംഘം പാർട്ടി ഈ 1977 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥക്കെതിരായിട്ട് എല്ലാ പ്രതിപക്ഷ കക്ഷികളും യോജിച്ചു വന്നപ്പോൾ രൂപീകരിച്ച ജനതാ പാർട്ടിയിൽ ലയിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ 1980 ഈ ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം, ജനതാ പാർട്ടിയുടെ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ഭാരതീയ ജനസംഘത്തിന്റെ പേരിലുണ്ടായിരുന്ന ഗ്രൂപ്പ്, ജനതാ പാർട്ടിയുടെ ഗ്രൂപ്പ് പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയും ആ പുതിയ പാർട്ടി കൊടുത്ത പേര് അന്ന് അടൽ ബിഹാരി വാജ്പേയി ചെയർമാനായിക്കൊണ്ട് അല്ല അധ്യക്ഷനായിക്കൊണ്ട് ഒരു പുതിയ പാർട്ടി ഉണ്ടാവുകയും അതിന്റെ പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്നത്തെ കാലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, 1980 രൂപീകരിച്ച ഈ പാർട്ടി 1980 അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാർട്ടിയാണ് ഇന്ന് 2024 തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മുടെ കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി. ആ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു വളർച്ച നിങ്ങളുടെ ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 1952 3 സീറ്റായിരുന്നു ഭാരതീയ ജനസംഘത്തിനുണ്ടായിരുന്നത്. അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1952 തെരഞ്ഞെടുപ്പിൽ 489 മണ്ഡലങ്ങളിൽ കേവലം 3 സീറ്റിൽ മാത്രമാണ് BJPയുടെ ആദ്യകാല രൂപമായ ഭാരതീയ ജനസംഘം ജയിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ വളർച്ച നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഗ്രാഫിൽ കൂടി. ആ വളർച്ച 1977 0 കാണാൻ കാരണം 1977 ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന പാർട്ടി ജനതാ പാർട്ടിയുടെ ഭാഗമായി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് അന്ന് ഭാരതീയ ജനസംഘം ഇല്ല. 1977 ശേഷം 1980 ഈ പുതിയതായിട്ട് വീണ്ടും ഈ ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന വിഭാഗം ഭാരതീയ ജനതാ പാർട്ടിയായി മാറുകയും രൂപീകരിക്കുകയും ചെയ്തത്. 1984 തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് അവർക്ക് ലോകസഭയിലേക്ക് അംഗങ്ങളെ ജയിപ്പിക്കുവാൻ സാധിച്ചത്. നോക്കുക, നമ്പർ
2 1984 2 സീറ്റിൽ ജയിച്ച ആ പാർട്ടിയാണ് പിന്നീട് ഗ്രാഫിന്റെ ഷേപ്പ് നോക്കാം. ഇത് ഏതാ ഷേപ്പ് എന്ന് നിങ്ങൾ ഏത് ഡിസ്ട്രിബ്യൂഷനായിട്ട് നിങ്ങൾ ഇക്വേറ്റ് ചെയ്യും നിങ്ങൾ നോക്കുക സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്. അപ്പോൾ ഇത് ലെഫ്റ്റ് സ്ക്യൂഡ് ആണോ റൈറ്റ് സ്ക്യൂഡ് ആണോ എന്നൊക്കെ നിങ്ങൾ നോക്കണം. ഇതൊക്കെയാണ് നിങ്ങളുടെ ഇതിൻ്റെ അതിൽ കൂടി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അവസാനം കിടക്കുന്ന 2019 303 സീറ്റുകളോടുകൂടി 2019 ഇലക്ഷനിൽ ഉണ്ടായിരുന്നു. 2024 ഇലക്ഷൻ എന്ന് പറയുന്നത് ഗ്രാഫ് ഞാൻ പിന്നീട് കാണിച്ചുതരാം. ഇത് ഞാൻ 2019 വരെയുള്ള ടോട്ടൽ പിക്ചേഴ്സ് എടുത്തുകൊണ്ടുള്ള ഗ്രാഫാണ്. ഇവിടെ നിങ്ങൾ കാണേണ്ടത് ഈ 2 പാർട്ടികൾ തമ്മിലുള്ള ഒരു വോട്ട് അല്ലെ സീറ്റുകളുടെ നില ഈ പറയുന്ന ചിത്രത്തിൽ കൂടി കാണാൻ പറ്റും. ആ കോൺഗ്രസിന്റെ 353 സീറ്റിൽ നിന്ന് അവസാനം 1996 ആ 96 ഇലക്ഷനിലാണ് ഇത് നേരെ കോൺഗ്രസ് താഴോട്ട് പോവുകയും ഈ പറയുന്ന ഭാരതീയ ജനസംഘം അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി മുകളിലേക്ക് വരികയും ചെയ്തത്. ആ 96 തെരഞ്ഞെടുപ്പിലാണ് 140 സീറ്റ് കോൺഗ്രസിനും 161 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്കും കിട്ടുന്നത് 96 തെരഞ്ഞെടുപ്പിൽ. ആ സമയത്ത് തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഭാരതീയ ജനസംഘത്തിനും മറ്റും ഉണ്ടായിരുന്ന വോട്ട് പെർസെൻറ്റേജ് നടത്തി ഞാൻ സൂചിപ്പിച്ചു, സീറ്റ് നിലയും പറഞ്ഞു. പക്ഷേ അന്ന് ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വോട്ട് പെർസെൻറ്റേജ് നമ്മൾ കാണേണ്ടതാണ്. അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു ഈ രാജ്യത്ത് ഉള്ള പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു, മറ്റൊന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്നു, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു, മറ്റൊന്ന് ഈ ഹിന്ദുത്വ ആശയത്തിലുള്ള ഭാരതീയ ജനസംഘമായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും വലിയ സ്വാധീനം ഉണ്ടാവുകയും ആ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നല്ല ശതമാനം വോട്ടുകൾ ലഭിച്ചു എന്നുള്ളതാണ് ഈ ഗ്രാഫിൽ കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ആന്ധ്രാപ്രദേശിലുള്ള 12%, ആസാമിൽ നിന്ന് 10%, കേരളത്തിൽ നിന്ന് 37.5%, മദ്രാസിൽ നിന്ന് 10%, പഞ്ചാബിൽ 16.8%, വെസ്റ്റ് ബംഗാളിൽ 19%, മണിപ്പൂരിൽ 11%, ത്രിപുരയിൽ 45%. ഇതൊക്കെ 1957 രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിയ വോട്ട് പെർസെൻറ്റേജുകളായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ BJP എന്ന ഭാരതീയ ജനസംഘത്തിന്റെ വളർച്ചയും BJPയുടെ 1977 ഇലക്ഷനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മാറ്റം ഉണ്ടായത്. അവിടെയാണ് നമ്മുടെ 1977 ഇലക്ഷനാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടുകൊണ്ട് പുതിയൊരു പാർട്ടി ആദ്യമായിട്ട് കേന്ദ്രത്തിൽ അധികാരത്തിൽ. അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇത്. ഞാൻ ഇതിലേക്ക് കൂടുതലേക്ക് പോകുന്നില്ല. ഇങ്ങനെ ഇതെന്ന് പറയുന്നത് നമ്മുടെ 14ാം ലോകസഭയിൽ ഈ 14ാം ലോകസഭയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. 14ാം ലോകസഭ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് നമ്മുടെ NDA എന്ന് പറയുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്ന ഒരു മുന്നണി രൂപീകരിക്കുകയും അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയാവുകയും ചെയ്ത് 5 വർഷം പൂർത്തീകരിച്ചത്. അതിനു മുമ്പ് ആദ്യം 13 ദിവസം അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നു, പിന്നീട് 13 മാസം അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നു മറ്റുള്ള കക്ഷികളുടെ സപ്പോർട്ടോടുകൂടി. പക്ഷേ 1999 തെരഞ്ഞെടുപ്പിൽ 5 വർഷവും ഈ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിക്കൊണ്ട് ഇന്ത്യയെ ഭരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ കിട്ടിയിരിക്കുന്ന വോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്ന ഈ 3 ചിത്രത്തിൽ കൂടി കാണിച്ചിരിക്കുന്നത്. ഒന്ന് 1999 NDAക്ക് കിട്ടിയിരിക്കുന്ന ആ ഡയഗ്രം നോക്കാം, 1999 കോൺഗ്രസ് അലയൻസിന് കിട്ടിയിരിക്കുന്ന വോട്ട് നോക്കാം, അതുപോലെ ലെഫ്റ്റ് പാർട്ടീസിന് കിട്ടിയിരിക്കുന്ന വോട്ട് നോക്കാം. അതേസമയം ഇതാണ് 2004 എത്തുമ്പോഴേക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഈ 99 തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ 5 വർഷം പൂർത്തീകരിക്കുന്ന മന്ത്രിസഭ ഉണ്ടാകും. ആ സമയത്ത് കാർഗിൽ യുദ്ധം ഉണ്ടാവുകയാണ്. കാർഗിൽ യുദ്ധത്തിന്റെ മുകളിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അപ്പർ ഹാൻഡ് കിട്ടുകയും ഭരിക്കുന്ന പാർട്ടിയായ കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിൽ പിന്തുണ വർദ്ധിക്കുന്നു എന്നുള്ള ഒരു ധാരണയിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. പക്ഷേ 2004 തെരഞ്ഞെടുപ്പിൽ എല്ലാ തെരഞ്ഞെടുപ്പ് സർവേകളും പറഞ്ഞിരിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരുന്നു 2004 സംഭവിച്ചത്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 145 സീറ്റ് കിട്ടുന്നു, BJPക്ക് സീറ്റ് കുറയുന്നു, 138 സീറ്റായി മാറുന്നു. മറ്റൊരു കുറേ പാർട്ടികൾ അതിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2ആയി മാറിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആയി മാറിയിട്ടുണ്ട്. പക്ഷേ CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് CPM പാർട്ടിക്ക്
ഏറ്റവും കൂടുതൽ പാർലമെന്റ് അംഗങ്ങളെ ജയിപ്പിക്കുവാൻ കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രൂപത്തിൽ 2004 തെരഞ്ഞെടുപ്പ് 43 അംഗങ്ങളെയാണ് തെരഞ്ഞെടുക്കാൻ സാധിച്ചത്. CPIക്ക് 10. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നമ്പറോടുകൂടിയുള്ള ഒരു പാർലമെന്റ് ആയിരുന്നു 2004 തെരഞ്ഞെടുപ്പിൽ നടന്നത്. ഈ 2004 തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഊഹിക്കാൻ നിങ്ങൾക്കറിയാം, നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. പഴയ കഥകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അറിയൂ. ഇത് ഇന്നത്തെ കാലത്ത് 2004 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, കോൺഗ്രസിന്റെ മന്ത്രിസഭയുണ്ടാകുന്നു, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുന്നു, ഇടതുപക്ഷ പിന്തുണ കൊടുക്കുന്നു. ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കാൻ പിന്തുണ നോക്കാനാണ് ഏറ്റവും വലിയൊരു ഗ്രൂപ്പ് ഇടതുപക്ഷത്തിന്റെ 43 അംഗങ്ങൾ CPM-നും 10 അംഗങ്ങൾ CPIക്ക് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ഗ്രൂപ്പിന്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് പാർട്ടി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരികയാണ്. അതിനെ UPA സർക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ 2004 തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് ആണവ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തിന് മുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ, ഇടതുപക്ഷ പാർട്ടികളുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ മൻമോഹൻ സിംഗ് സ്വീകരിക്കുന്നതിന്റെ പേരിൽ പിന്തുണ പിൻവലിക്കുകയും 2009 തെരഞ്ഞെടുപ്പിൽ അത് വീണ്ടും ഇടതുപക്ഷ പിന്തുണ ഇല്ലാതെ മൻമോഹൻ സിംഗ് രണ്ടാമത് അധികാരത്തിൽ വരികയാണ്. അങ്ങനെ 2009 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുന്നു. 2014 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ 2014 തെരഞ്ഞെടുപ്പാണ് ഇന്നത്തെ രാജ്യം, ഇന്നത്തെ ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രീയത്തിന് ഒരു പാകതപ്പെട്ടു വന്നത്. ഈ 2014 ഇലക്ഷനിൽ NDA BJP, അന്ന് നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് 2014 തെരഞ്ഞെടുപ്പിൽ NDA BJPയുടെ മുന്നണി അധികാരത്തിൽ വരുന്ന ഒരവസ്ഥയുണ്ടായി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുകയാണ്. അങ്ങനെ 2014 2019 2024 ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. 2019 NDA വരുന്നു. ഇതൊരു CPM-ന്റെ, അതായത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രതിഫല പാർട്ടിയായ CPM-ന്റെ ഒരു വോട്ട് പെർസെൻറ്റേജും സീറ്റുകളുടെ നില നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 1967 CPM ഉണ്ടാകുന്നത് ഇലക്ഷനോട്. 1967 ഇലക്ഷനാണ് CPM-ഉം CPI ആയി മാറുന്നത്. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ വന്നിരിക്കുന്ന സീറ്റ് നില നോക്കിയാൽ മതി. 1967 19 സീറ്റുകളിൽ നിന്ന് 2004 43 സീറ്റിലേക്ക് എത്തുകയാണ്. 2009 16 സീറ്റായി മാറുന്നു. 2014 9 സീറ്റായി മാറുന്നു. 2019 3 സീറ്റായി മാറുന്നു. ഇന്ന് 2024 3 സീറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു പിന്തുണ കുറഞ്ഞു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കാലഘട്ടത്തിലായിരുന്നു ബംഗാൾ, ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞ ബംഗാളിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാവുകയും തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് മമതാ ബാനർജി ബംഗാളിൽ അധികാരത്തിലെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബംഗാളിലെ ഭരണം നഷ്ടപ്പെടുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ മമതാ ബാനർജിയുടെ ഇൻഫ്ലുവൻസ് വെച്ചുകൊണ്ട് പാർലമെന്റിൽ മുഴുവൻ സീറ്റുകളിലേക്കും CPM പരാജയപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുകയും ചെയ്തു. അങ്ങനെ CPM-ന് ഏറ്റവും വളരെ മോശപ്പെട്ട ഒരു എണ്ണം പാർലമെന്റ് അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായത്. ഇത് 2024 നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത ലോക്സഭയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിത്രമാണ്. 543 മണ്ഡലത്തിൽ BJP മുന്നണിക്ക് ലഭിച്ചത് 293 സീറ്റാണ്. ഇന്ത്യ മുന്നണി, അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിപക്ഷ ഐക്യമായിരുന്നു അത്. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ 234 സീറ്റാണ്. ഈ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 2024 മുമ്പുള്ള 2019 ഏറ്റവും വലിയ മേൽക്കൈ നേടിക്കൊണ്ട് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നെങ്കിൽ അതിൽ കുറച്ച് വീക്കോടുകൂടി, അത് അത്രമാത്രം പവർഫുൾ അല്ലാത്ത രൂപത്തിൽ BJP ഇന്ന് നമ്പർ കുറഞ്ഞുകൊണ്ട്, സീറ്റുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് അധികാരത്തിലിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും താല്പര്യമുള്ള ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ 543 മണ്ഡലങ്ങളാണ് നമ്മുടെ ലോക്സഭയിലുള്ളത് ഇപ്പോഴും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ 480 രണ്ടാമത്തെ ഇലക്ഷനോട് കൂടിയാണ് ദ്വയാംഗ അംഗങ്ങളുള്ള മണ്ഡലങ്ങൾ മാറി ഏകാംഗ മണ്ഡലമാക്കി മാറ്റുന്നത്. മൂന്നാം തെരഞ്ഞെടുപ്പോട് കൂടിയാണ് 1962 അതിനുശേഷം 543 മണ്ഡലങ്ങളാണ് ഇന്നുള്ളത്. ഈ 543 മണ്ഡലങ്ങളിൽ നിങ്ങൾ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമായ കേരളം നമ്മൾ കാണേണ്ട ഒരു ചിത്രം പരിശോധിക്കേണ്ടത്.
ഏതാണ്ട് ഒരു 10%, 15% വരുന്ന വനിതകൾ മാത്രമാണ് ഇതുവരെ ജയിച്ചു വന്നിട്ടുള്ളത്. 1952 22 അംഗങ്ങളായിരുന്നു വനിതകളായിട്ടുള്ളത്. അത് വർദ്ധിച്ച് പരമാവധി എത്തിയിരിക്കുന്നത് 2019 78 ഇന്നത് 2024 സീറ്റ് വനിതകളുടെ എണ്ണം കുറയുകയാണ് ചെയ്തത്. 74 അംഗങ്ങളാണുള്ളത്. ഈ 74 അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വനിതാ അംഗങ്ങൾ ജയിച്ചു വന്നത് ബംഗാളിൽ നിന്നാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടിയുടെ കാൻഡിഡേറ്റായിട്ട് ജയിച്ചു വന്നവരാണ്. കേരളത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള, സാമൂഹ്യപരമായിട്ട് ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള ഒരു സംസ്ഥാനത്തിൽ നിന്ന് വനിതകളില്ല എന്നുള്ളതും നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ്. ഇപ്പം ഈ ഒരു വനിതകളുടെ എണ്ണം നോക്കുക, ഏതാണ്ട് 14% മാക്സിമം സ്ത്രീകളുടെ എണ്ണം പാർലമെന്റിൽ ഉണ്ടായിട്ടുള്ളത്. അതേ സമയത്ത് നമ്മൾ പറയുന്നത് 50% വരുന്ന എണ്ണം സ്ത്രീകൾക്കും വേണം, അല്ലെങ്കിൽ 35% സ്ത്രീകളുടെ എണ്ണമെങ്കിലും വേണം എന്ന് പറയുന്ന ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു ഈ കഴിഞ്ഞ ഗവൺമെന്റ്. പക്ഷേ അത് ഇന്നും നടപ്പിലായിട്ടില്ല. പ്രാബല്യത്തിൽ വരാൻ ഒട്ടനവധി നിയമപ്രക്രിയകൾ നടക്കേണ്ടതുണ്ട്. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊരു എലക്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പക്ഷേ ഈ എലക്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഒരു ഓഡിയൻസ് ആണ് എന്നുള്ള രൂപത്തിൽ പൊളിറ്റിക്സും ഹിസ്റ്ററിയും സ്റ്റാറ്റിസ്റ്റിക്സും ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ടോക്കായിട്ടായിരുന്നു ഞാൻ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് കുട്ടികൾ അറിയേണ്ടതാണ്. ഒരുപക്ഷെ മോഹൻ സാറൊക്കെ ഇവിടെ ഉണ്ട്, എന്നെക്കാളും കൂടുതൽ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഞാൻ ഒരു അധ്യാപകൻ എന്ന രൂപത്തിലുള്ള ഒരു നോളജ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഈ ഒരു ദേശീയ തലത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഇടപെട്ട ഒരാളെന്ന രൂപത്തിൽ അടുത്ത സെഷനിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തതയോടുകൂടി ഒരുപക്ഷെ സംസാരിക്കുമായിരിക്കും. സെഫോളജി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. സെഫോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എലക്ഷൻ ആയി ബന്ധപ്പെടുന്ന ഒരു സ്റ്റഡി നടത്തുന്നത്. അതിനകത്ത് താല്പര്യമുള്ള കുട്ടികൾക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഞാൻ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇതിലേക്ക് ഞാനും ഇൻട്രസ്റ്റ് വന്നിട്ട് ഇതൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തുടങ്ങിയാണ് ഞാൻ ഈ ടോക്ക് ഇവിടെ കൊടുക്കാൻ വിചാരിച്ചത്. കഴിഞ്ഞ 2024 ഇലക്ഷൻ കാലഘട്ടത്തിൽ ചെയ്ത കുറേ വർക്കുകളാണ് സത്യത്തിൽ എന്നെ ഇതിലേക്ക് പ്രേരിപ്പിച്ചത്. കുറേ ഏജൻസികൾ സ്വാഭാവിക സ്റ്റാറ്റിസ്റ്റിക്സ് അറിയുന്ന ഒരാൾ എന്ന രൂപത്തിൽ നമ്മളെ വ്യക്തിപരമായിട്ട് ബന്ധപ്പെടുകയും ചില പൊളിറ്റിക്കൽ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് ചോദിക്കുകയും, അപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷണർ 1951-52 കാലഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പ് മുതൽ ഇന്നേ വരെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ രേഖകളും ഡോക്യുമെന്റ്സും നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷണർ സൈറ്റിൽ അവൈലബിൾ ആണ്. അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡാറ്റകളൊക്കെ കിട്ടും. ഈ ഡാറ്റ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഇന്റർപ്രിറ്റേഷൻസ് ഒക്കെ നടത്താൻ പറ്റും, ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്താൻ പറ്റും. അങ്ങനെ ആ 2024 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞാൻ വീട്ടിലിരുന്ന് ചെന്നപ്പോൾ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ പലരും ചോദിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഇൻട്രസ്റ്റിലാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത്. ഈ സെഫോളജി എന്ന് പറയുന്ന ഒരു പഠനശാഖ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസും സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാം കൂടിയുള്ള മിക്സഡ് ആയിട്ടുള്ള രൂപമാണ്. നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിൽ ഗാലപ്പ് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ഗാലപ്പ് പോൾ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഗാലപ്പിൻ്റെ റൂസ്വെൽറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന കാലത്ത് 1936 അന്നത്തെ അമേരിക്കൻ സൊസൈറ്റിൻ്റെയൊക്കെ ഒരു അഭിപ്രായ സർവേ നടത്തുകയാണ് ചെയ്തത്. ആ അഭിപ്രായ സർവേയിൽ കൂടി റൂസ്വെൽറ്റ് പ്രസിഡന്റ് ആവും എന്നുള്ള ഒരു നിഗമനത്തിലെത്തുകയും ആ നിഗമനം ശരിയാവുകയും തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം. അങ്ങനെയാണ് ഈ അഭിപ്രായ സർവേകൾക്ക് ഏറ്റവും വലിയ ഒരു പ്രാധാന്യം വന്നത്. 1936 അമേരിക്കയിൽ. പക്ഷെ അമേരിക്കയുടെ സൊസൈറ്റി പോലെയല്ല നമ്മുടെ ഇന്ത്യയുടെ സൊസൈറ്റി. ഇന്ത്യയിലെ വ്യത്യസ്ത ജാതി, വ്യത്യസ്ത സമുദായം, വ്യത്യസ്ത ഭാഷ, വ്യത്യസ്ത പ്രദേശം, വ്യത്യസ്ത റീജിയണൽ പാർട്ടീസ്, വ്യത്യസ്ത സാംസ്കാരിക നിലവാരം, ഇതൊക്കെ ഉള്ള ഒരു മേഖലയിൽ അമേരിക്കയിൽ കിട്ടുന്ന രൂപത്തിലുള്ള ഒരു കറക്റ്റ് പിക്ചർ നമ്മുടെ സ്വാഭാവികമായി ഇത്തരം അഭിപ്രായ സർവേയിൽ കൂടി ലഭിക്കുക എന്നുള്ളത് വളരെ ക്ലേശകരമായ ജോലിയാണ്. എങ്കിലും പ്രണോയ് റോയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പ്രണോയ് റോയൊക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ. പ്രണോയ് റോയുടെ നേതൃത്വത്തിൽ 1956 തുടങ്ങിയിട്ടുള്ള കുറേ ദൂരദർശൻ, അന്ന് ദൂരദർശനാണ് വളരെ വിപുലമായിട്ട് ഈ എലക്ഷൻ അനാലിസിസ് നടത്താൻ വേണ്ടി ഒപ്പീനിയൻ പോൾ കണ്ടക്ട് ചെയ്യുകയും അതിൻ്റെ മുകളിൽ ആൾക്കാർക്ക് താല്പര്യം സൃഷ്ടിക്കുകയും ചെയ്തു പ്രണോയ് റോയും അതുപോലെ ദൂരദർശൻ ചാനലുമായിട്ട്. പിന്നീട് സംഭവിച്ചത്, ഈ അടുത്ത കാലത്ത് സംഭവിച്ചത്, നമ്മുടെ ഒരു 10-15 വർഷമായി കാണേണ്ടത് മാധ്യമങ്ങൾ ഇതിനൊരു ബിസിനസ്സാക്കി വരികയും വ്യൂവേഴ്സിനെ കിട്ടുവാനും പരസ്യം കിട്ടുവാനും വേണ്ടി ഏറ്റവും സെൻസിറ്റീവ് ന്യൂസാണ്. ഏതൊരാൾക്കും ഒരു ജിജ്ഞാസ ഉണ്ടാവുകയുള്ളൂ.
നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും അറിയുവാനുള്ള ജിജ്ഞാസ, ആ അറിയുവാനുള്ള ജിജ്ഞാസയിൽ മുകളിൽ ഈ എക്സിറ്റ് പോളുകളും ഒപ്പീനിയൻ പോളുകൾക്കും പ്രചാരണം കൂടുകയും അത് ശാസ്ത്രീയമായി നടത്താതെ തന്നെ പ്രഖ്യാപനം നടത്തുന്ന വ്യവസ്ഥയുണ്ടാവും. ശാസ്ത്രീയമായി നടത്തുകയാണെങ്കിൽ അതിൻ്റെ മിക്കവാറും റിസൾട്ടുകൾ കറക്റ്റുമായിരിക്കും. പലപ്പോഴും നമ്മുടെ ഏജൻസികൾ നടത്തുന്ന ഒപ്പീനിയൻ പോളുകളും രണ്ട് തരത്തിലാണ്. ഒപ്പീനിയൻ പോൾ എന്ന് പറയുന്നത് ഇലക്ഷന് മുമ്പ് ഉള്ളതാണ്. എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ ദിവസം, ഇലക്ഷൻ ദിവസത്ത് വോട്ട് ചെയ്തു വരുന്നവരിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു ഒപ്പീനിയൻ പോളിനാണ് എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. വോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എന്ന് അവരെ കോൺഫിഡൻസ് എടുത്തുകൊണ്ട് രഹസ്യമായിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു രീതി. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ചെയ്യേണ്ടത് സാമ്പിളിംഗ് ആണ്. വളരെ ശാസ്ത്രീയമായ രൂപത്തിൽ ഇന്ത്യയുടെ വോട്ടർമാരുടെ കോമ്പിനേഷൻസിന് അതിൻ്റെ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള സ്ട്രക്ചറിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സാമ്പിളിംഗ് ഡിസൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയ നമ്പർ കൊണ്ട് തന്നെ, പ്രണോയ് റോയ് ഒക്കെ ചെയ്ത കാലഘട്ടത്തിൽ ശരിയായ രൂപത്തിൽ പോലും ഏതാണ്ട് നാഷണൽ ലെവലിലുള്ള ഒരു കാര്യം 30,000-ഓളം വരുന്ന വോട്ടർമാരെ കൊണ്ടുപോലും കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, കറക്റ്റായിട്ടുള്ള ഒരു അനാലിസിസ് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു നമ്പർ സാമ്പിൾ എടുത്തുകൊണ്ട്, പക്ഷെ സാമ്പിൾ എടുക്കുന്നത് വളരെ ശാസ്ത്രീയമായിട്ടായിരിക്കണം. ഈ പറയുന്ന ഡെമോഗ്രാഫിക് പാറ്റേൺ മുഴുവൻ അതിന് ഉൾക്കൊള്ളാൻ കഴിയണം. വ്യത്യസ്ത ജാതി, വ്യത്യസ്ത മതം, വ്യത്യസ്ത ലിംഗം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന വിഭാഗം ഇതിലേക്ക് കയറി വരണം. അങ്ങനെ ഒരു സാമ്പിൾ എടുത്തുകൊണ്ട് എക്സിറ്റ് പോളുകൾ നടത്തി കഴിഞ്ഞാൽ ആ എക്സിറ്റ് പോളുകൾ ശരിയാകുന്നു എന്നുള്ളതാണ് പല ഇതെന്നാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന പലതും ഈ നമ്മൾ എന്താ പറയുക, വെറുതെ ഒരു എറിഞ്ഞിട്ട് ഒരുപക്ഷെ ഒരു മോനെ ചത്ത് അത് ആണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ വളരെ വ്യക്തമായ ശാസ്ത്രീയമായ പ്രോസസ്സൊന്നും ഇല്ലാതെ സാമ്പിളിംഗ് നടത്തിക്കൊണ്ട് അങ്ങോട്ട് പറയുകയാണ്. അതിൻ്റെ ആർക്കും ആൻസറബിളും അല്ല. ഈ ഒരു മീഡിയ നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ പോളോ അല്ലെ എക്സിറ്റ് പോളോ നടത്തിയിട്ട് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അഥവാ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് അല്ല നിങ്ങൾ പറയുവാനുള്ള ഒരു സ്പേസും ഇല്ല. അവർക്ക് ആരോടും ആൻസറബിൾ അല്ല. അതുകൊണ്ട് ഇതിനിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ആ ഒരു ഘട്ടത്തിൽ നിങ്ങളെപ്പോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സൊസൈറ്റിക്ക് കുറേയും കൂടി സയന്റിഫിക് ആയിട്ടുള്ള ഇതിനകത്ത് നോളജ്, എങ്ങനെയാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്, ആ എക്സിറ്റ് പോൾ നടത്തുന്ന സമയത്ത് എന്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സുകളാണ് നമ്മൾ അവിടെ വെക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന മിക്കവാറും സിമ്പിൾ ഒരു ഹൈസ്കൂൾ ലെവലിലുള്ള ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ഒരു പെർസെൻറ്റേജ് കാണുക, പ്രപ്പോർഷൻ കാണുക എന്നുള്ളതാണ്. ഒരു 100 പേരെ കാണുന്നു, അതിൽ 57 പേര് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ പറയും 57% ആൾക്കാർ ഇവർക്ക് വോട്ട് ചെയ്യും എന്ന് പറയുന്നത് സിമ്പിൾ ഒരു സാമ്പിൾ പ്രപ്പോർഷൻ കൺസെപ്റ്റാണ്. അങ്ങനെയല്ല ഒപ്പീനിയൻ പോളോ അല്ലെങ്കിൽ അങ്ങനെയല്ല എക്സിറ്റ് പോളോ നടത്തേണ്ടത്. അതിന് കുറേ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിക്കാനുണ്ട്, പഴയ പാറ്റേൺ പരിശോധിക്കാനുണ്ട്, ഇതിൻ്റെ വോട്ട് സിഗ് എന്ന് പറയും, എങ്ങനെയാണ് വോട്ടുകൾ മാറുന്നത് എന്ന് പരിശോധിക്കാനുണ്ട്. ഇങ്ങനെ പറയാൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ള വിഭാഗം എന്ന് നിങ്ങളാണ്, സ്റ്റാറ്റിസ്റ്റിക്സുകാരാണ്. അതിലേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് വരണം എന്നുള്ളതാണ് എനിക്ക് ഇത് കൺക്ലൂഡ് ചെയ്ത് പറയാം. ഞാനിത് കുറച്ച് സ്പീഡിൽ പോകാൻ കാരണം അടുത്ത സെഷൻ മോഹൻ സാറോട് ഇരിക്കുന്നുണ്ട്. സാറിൻ്റെ സെഷൻ കുറച്ചുകൂടി സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി എന്ന് പറയുന്ന ജനറൽ പെർസ്പെക്റ്റീവിൽ പറയുന്ന കാര്യങ്ങളാണ്. എൻ്റെ ഒരു ടോക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് വേറെയായിരുന്നു. ആ ഓഡിയൻസ് അല്ല നിങ്ങൾ മാത്രമായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വേറെ എപ്പോഴെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ കൂടുതൽ സംസാരിക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഇതിനെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ടോക്ക് ഇവിടെ ഞാൻ നിർത്തുക. ഇനി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3 മിനിറ്റ് എടുത്തുകൂടി സംസാരിക്കാം. ഇലക്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അതോടൊപ്പം പൊളിറ്റിക്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു വിഷയം. അപ്പോൾ ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകൻ വളരെ നല്ല ഒരു വർക്ക് ചെയ്തിട്ടാണ് സാറ് ഇതിൻ്റെ ഒരുപാട് ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ആ ചരിത്രവും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ളൊരു ക്ലാസ്സാണ് സാറ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് അതിവിടെ സാറ് ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സുകളിലൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതുതന്നെയാണ് ഇത്തരം ടെസ്റ്റിൽ ഇതുപോലുള്ള ഒരു ടോക്കിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. 1951-52 നടന്ന ഒരു ഇലക്ഷൻ മുതൽ ഇപ്പോൾ 2024 നടന്ന ഇലക്ഷൻ, അതുപോലെ ഇപ്പോൾ 2025 ഡൽഹിയിൽ നടന്ന ഇലക്ഷൻ, അപ്പോൾ ഇതിൻ്റെയൊക്കെ
റിസൾട്ടുകളും അതുപോലെ അതോടനുബന്ധിച്ച് വരുന്ന ഈ അഭിപ്രായ സർവേകളും ഇതെല്ലാം വളരെ ശ്രദ്ധാപൂർവം ജനങ്ങൾ നിരീക്ഷിക്കുന്ന സംഗതികളാണ്. അപ്പോൾ അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള സബ്ജക്റ്റിന് വലിയ ഒരു റോളുണ്ട് എന്നുള്ളത് തന്നെയാണ് സാർ ഇപ്പോൾ ഇവിടെ കാണിച്ചു തന്നത്. സാറ് ഉച്ചഭക്ഷണമൊന്നും കഴിക്കാതെയാണ് ഇതിൽ ഇരിക്കുന്നത്. കാരണം നമ്മളൊരു സമയവും സാഹചര്യമൊക്കെ അങ്ങനെയായി. നമ്മുടെ അടുത്ത ഗസ്റ്റ് മോഹൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത ഫംഗ്ഷൻ നമ്മൾ വേദി വേറെയായിരുന്നു, 4-ലായിരുന്നു പറഞ്ഞത്. പക്ഷെ അത് നമ്മൾ ഇവിടേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. സാറിൻ്റെ ടോക്ക് ഇവിടുത്തെ വെച്ചാണ് ഉണ്ടാവുക. എന്തായാലും ഈ കുട്ടീഷൻ സാറിൻ്റെ ഈ ടോക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സംശയം ഇപ്പോൾ തൽക്കാലം അനുവദിച്ചില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ചോദിക്കാം. നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. സാറിനോട് എന്തെങ്കിലും ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്, ചോദിക്കാം. ഞാൻ ഡൗട്ടിനെ പറ്റി അധികം സമയമില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നില്ല. എങ്കിലും സാറിൻ്റെ ടോക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കൂടാതെ ഞാൻ അതിശയിച്ച് പോവുകയാണ്. സാറ് വളരെ മുമ്പ് തൊട്ടുള്ള ഡാറ്റ കംപ്ലീറ്റ് സാറിന് മനപ്പാടാണെന്നുള്ളത്. നമുക്ക് ഓരോ വാല്യൂസിന് മാറി മാറി വരുമ്പോൾ മുമ്പത്തെ എന്താണെന്നുള്ളത് ഓർത്തെടുക്കാൻ ഭയങ്കര പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു അധ്യാപികളെ ഒരു ഫാക്കൽറ്റി ഇത്രമാത്രം നമ്മൾ ചിന്തിക്കണം എന്നുള്ളത് രാജ്യത്തിൻ്റെ പ്ലാനിങ്ങിലും ബാക്കി ഭരണം എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ, ഒരു നമ്മളുടെയും കൂടി ഒരു ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ഒരു അനാലിസിസ് നടത്തി ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിലുള്ളൊരു ടോക്ക് കേൾക്കുന്നതും. സാറ് പുതിയൊരു മേഖല നമുക്ക് റിസർച്ചിന് സാധ്യതയുള്ള ഒരു പുതിയ മേഖല പോലും സാറ് സജസ്റ്റ് ചെയ്തു. ഞാൻ അതിനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. MSc സ്റ്റുഡൻസിന് പ്രോജക്റ്റായിട്ട് ചെയ്യാനും ചെയ്യാൻ പറ്റിയ നല്ലൊരു മേഖല തന്നെയാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അടുത്ത ഇലക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള വല്ല പ്രൊഡിക്ഷനും സാറിന് പറയാൻ പറ്റുമോ? ഞാൻ ജസ്റ്റ് വേറെ ചോദിച്ചെന്നുള്ളൊരു ക്യൂരിയോസിറ്റി. സ്വാഭാവികം എൻ്റെ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് കുറെ പറയാനുണ്ട്. പക്ഷെ അത് പറയാനുള്ള ഒരു സമയമല്ലല്ലോ ഇപ്പോൾ. അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഡൽഹിയിലുള്ള കഴിഞ്ഞ ദിവസത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഒരു അനാലിസിസ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേയൊക്കെ. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന കുട്ടികൾ കേവലം നമ്മളിപ്പം PG പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ പലതും ഡിഗ്രി ലെവലിൽ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ, മറ്റേ അതിൻ്റെ ലെഫ്റ്റ് ടൈൽഡ് റൈറ്റ് ടൈൽഡ് വാല്യൂസ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഔട്ട്ലെയർ വാല്യൂസ് എന്നൊക്കെ പറയും. ഇങ്ങനെ പറയെങ്കിലും പലപ്പോഴും നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിലെ ഡാറ്റയെ നമ്മൾ ഒരിക്കലും അതരത്തിൽ നമ്മൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. അപ്പം ചിത്രീകരിക്കുക എന്നുള്ളതാണ് ചെയ്യുക. അതിന് എലക്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല, പലതുമുണ്ട്. നമ്മുടെ ആക്സിഡൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട്, റോഡ് ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കും. ആ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്ന സമയത്ത് അതിന് മോഡൽ ചെയ്യാൻ പറ്റുന്ന, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുക, അതിന് മോഡൽ ചെയ്യാൻ പറ്റുന്ന, ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റുന്ന, ഇങ്ങനെയുള്ള ഒരു ലൈവായിട്ടുള്ള ഡാറ്റകൾ നമ്മൾ പഠിക്കുവാനും അനലൈസ് ചെയ്യുവാനും രസകരമായിട്ട്, അത് അക്കാഡമിക്കായിട്ടൊന്നും വേണമെന്നില്ല. നിങ്ങൾ ഈ ക്ലാസ് റൂം കഴിഞ്ഞ ശേഷം രസകരമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായി മാറും. ഇങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വളർച്ചയാണ്. വില്യം ഗോസറ്റ് എന്ന് പറയുന്ന T ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റാറ്റിസ്റ്റിഷ്യൻ ആയിരുന്നില്ല, ഒരു കെമിസ്ട്രിക്കാരനായിരുന്നു. അങ്ങനെ പലരും ഉണ്ട്, നോബൽ ഫിസിക്സുകാരനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഗോസറ്റിന് അങ്ങനെ ഒരു പ്രശ്നം വന്നത്, അവിടെ വരുന്ന ചെറിയ സാമ്പിളിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു അനാലിസിസ് നടത്തുക എന്ന്, സ്മോൾ സൈസുള്ള സാമ്പിൾ കൺസെപ്റ്റിൽ നിന്ന് അനാലിസിസ് നടത്താൻ വേണ്ടിയുള്ള തിങ്കിങ്ങിലേക്കൂടെയാണ് വില്യം ഗോസറ്റ് സ്റ്റുഡൻറ് എന്ന് പറയുന്ന ആൾ T ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു പുതിയ നോർമലിന് പകരം വേറൊരു ഡിസ്ട്രിബ്യൂഷനിലേക്ക് എത്തുന്നത്. അപ്പം നമ്മുടെ രസകരമായിട്ടുള്ള പല കാര്യങ്ങളും വായിക്കുവാനും പഠിക്കുവാനും ഇഷ്ടം പോലെ പൊളിറ്റിക്കൽ സയൻസിലുണ്ട്, ഹിസ്റ്ററിയിലുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും, ഫിസിക്സുമായി ബന്ധപ്പെടുത്താൻ പറ്റും. അങ്ങനെയുള്ള ഏറ്റവും കൂടി മെഡിക്കൽ ഫീൽഡിൽ നിങ്ങൾ തൊട്ടടുത്ത് എത്ര ഹോസ്പിറ്റൽസ് ഉണ്ട്, അവിടെ പോകണം. അല്ല വെറുതെ ബുക്കിൽ മാത്രം ഇരുന്നു കൊണ്ട് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കരുത്. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ പറയുന്ന പോലെ C.R. റാവു പറഞ്ഞിരിക്കുന്നത് പോലെ സ്റ്റാറ്റിസ്റ്റിക്സ് മറ്റുള്ളവരുടെ വീടുകളിൽ പോയി പണിയെടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. മറ്റുള്ളവരുടെ വീടുകളിലാണ് നിങ്ങൾ പണിയെടുക്കുന്നത്. നിങ്ങൾക്ക് ആയിട്ട് ഒരു സ്ഥലം അല്ല, അത് ഒരുപാട് വീട്, ഓരോ സബ്ജക്റ്റിൻ്റെയും സ്ഥലങ്ങളുണ്ട്, അവിടെ പോകണം. അങ്ങനെ നിങ്ങൾക്ക് വളരാൻ പറ്റും. ഇതെൻ്റെ വേറൊരു ടോപ്പിക്ക്, സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധമില്ല. സത്യത്തിൽ എനിക്ക് കിട്ടിയൊരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത് കോളേജിൻ്റെ ഒരു ജനറൽ ഒരു ഓഡിയൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസ് കുട്ടികളുണ്ടാവും, ഹിസ്റ്ററി കുട്ടികളുണ്ടാവും, സ്റ്റാറ്റിസ്റ്റിക്സുകാരുണ്ടാവും.
അതോടൊപ്പം കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് പൊളിറ്റിക്സ്. അങ്ങനെ ഒരു ഗ്രൂപ്പായിരുന്നെങ്കിൽ എൻ്റെ സംസാരം ചിലപ്പോൾ 2-3 മണിക്കൂർ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം എൻ്റെ ഉണ്ട്. കാരണം ഓരോ ഇഷ്യൂസ്, ഇപ്പോൾ ബാബറി മസ്ജിദ് പൊടിയുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത്, രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്, ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കളക്ഷൻ ആണല്ലോ ഒരു ആദ്യം ചെയ്യേണ്ടത്. ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കേവലം ഡാറ്റ അല്ല കേട്ടോ. അതിൽ ചിത്രങ്ങളുണ്ട്, അതിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഡിസിഷൻസ് ഉണ്ട്, ഭരണഘടനാപരമായ മാറ്റങ്ങളുണ്ട്. ഇതൊക്കെ ഇൻഫർമേഷനാണ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കുട്ടികളോട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഗിരീഷോട് സംസാരിച്ചു, അതുപോലെ അവസാനിപ്പിക്കാം. ഒരു ഗ്രൂപ്പിനിടയ്ക്ക് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇന്ന് ഭയങ്കര മഴയാണെന്ന് പറയും കുട്ടികൾ, ഒരു ടോക്കുള്ള. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ, ദാറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദിസ് പർട്ടിക്കുലർ ഡേ അല്ലേ, ക്യാൻ യു ക്വാണ്ടിഫൈ ദാറ്റ്? അതായത് ഇന്ന് ഭയങ്കര മഴയാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന് നിങ്ങൾക്ക് ക്വാണ്ടിഫൈ ചെയ്തുകൊണ്ട് പറയാൻ പറ്റുമോ? അതായത് ഇന്ന് എത്ര മഴ ലഭിച്ചു എന്ന് പറയാൻ പറ്റുമോ? അറിയില്ല. മഴയുടെ അളവറിയില്ല. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് കുട്ടിക്കുണ്ടാകാൻ പാടില്ല, മറ്റുള്ള കാര്യത്തിലായി. ഒരു ഏറ്റവും നല്ല മഴയുള്ള ദിവസത്തിൽ കിട്ടുന്ന മഴയുടെ ആ ക്വാണ്ടിറ്റി എത്രയാണ് എന്ന് നമ്മൾ അറിയണം. ഒരു തടിയുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭയങ്കര ഹൈറ്റും വെയിറ്റുള്ള ഒരാളാന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും എന്നറിയാം. ഒരു 20 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ നമ്മൾ തടിയെന്നാന്ന് പറയില്ല. ഒരു കുട്ടി, ജനിച്ച ഒരു കുട്ടിക്ക് എത്രയായിരിക്കും അവരുടെ വെയിറ്റ് എന്ന്, ആവറേജ് വെയിറ്റ് എന്ന് നമ്മൾ അറിയണം. ഒരു ജനിച്ച കുട്ടിയുടെ വെയിറ്റ് ഒരു 10 കിലോ ആണ് എന്ന് നമ്മൾ പറയില്ല. നമ്മൾ പറയും ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 1.5 to 4, മാക്സിമം 4. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജാണ്, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസിയുടെ. നമ്മുടെ ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു ബുക്കുണ്ട്, ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മോഹൻ സാറിന് കൂടുതൽ പറയാൻ പറ്റും. സാറിൻ്റെ ലേഖനത്തിൽ ഉള്ളതാണത്. സാറിൻ്റെ ആണോ കുഞ്ഞിക്കണ്ണൻ്റെ ലേഖനത്തിലാണോ എന്നറിയില്ല. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ഡാറ്റകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ശ്രമിക്കണം. ഈ ടോപ്പിക്ക് അല്ല ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വേറൊരു ആംഗിളാണ്. അത് നമുക്ക് എപ്പോഴെങ്കിലും വേറൊരു അവസരം കിട്ടുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. നമ്മൾ ഈ സെഷനിലൂടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഈ ഒരു ടോപ്പിക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരുപാട് സാധ്യതകൾ, എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് സാറിൻ്റെ ഈ ക്ലാസ്സിൽ കൂടെ കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ അത് കണക്ട് ചെയ്യുന്നു വളരെ ഭംഗിയിൽ സാറ് അതിവിടെ അവതരിപ്പിച്ചു തന്നു. തീർച്ചയായിട്ടും നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ സാറിനെ പ്രത്യേകം നമ്മൾ ക്ഷണിച്ചൊരു ക്ലാസ് വെക്കും. കാരണം ഇത് ഒരു ഫെസ്റ്റിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് ആ രീതിയിലുള്ള സാർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഓഡിയൻസോ കാര്യങ്ങളോ ഉണ്ടാവാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം 4 വേദികളിൽ സ്പ്രെഡ് ചെയ്ത് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രോഗ്രാം സാറിന് വെച്ച് നമ്മൾ നടത്തും. എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ സാറിൻ്റെ വിഷയം ഭംഗിയായിട്ട് സാർ അവതരിപ്പിച്ചു. ഈ കോളേജിൻ്റെ പേരിലും അതുപോലെ ഇന്നത്തെ ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ പേരിലും വ്യക്തിപരമായിട്ട് എൻ്റെ പേരിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും സാറിന് എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു.